ഹലോ കൂട്ടുകാരെ, ഇത് സ്വീറ്റ് പൊട്ടറ്റോ കണ്ടോ? അത് വെള്ളത്തിയിട്ട് വേര് പിടിപ്പിച്ചിട്ട് നടാം. വെള്ളത്തിയിട്ട 3-4 ദിവസം കൊണ്ടേ അത് വേര് ഉണ്ടാവും, ഇലകളൊക്കെ ഉണ്ടാവും. കണ്ടോ, ഞാൻ അങ്ങനെ പിടിപ്പിച്ചിട്ട് നട്ടേക്കുന്നതാണേ. 2 ഒരുമിച്ച് കുപ്പി വെച്ചാൽ മതി, അതുപോലെ വേര് പിടിക്കും. ഞങ്ങളിവിടെ പറയുന്നത് ചീനിക്കിഴങ്ങെന്നൊക്കെയാണ്. സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് ഞങ്ങൾ പറയുന്നത് ചീനിക്കിഴങ്ങ്. പുഴുങ്ങി തിന്നാൻ നല്ലതല്ല, നല്ല മധുരമുണ്ട്, രുചിയുണ്ട്. ഇത് പല കളറുണ്ട്, വെള്ളയുണ്ട്, ചുവപ്പുണ്ട്, വയലറ്റ് കളറുള്ള. ഇതിൻ്റെ ഇലയിൽ കറി വെക്കാം. വേര് പിടിച്ചേക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. വെള്ളത്തിൽ മുഴുവൻ മുങ്ങരുത്, മുകളിൽ ഭാഗം ഇങ്ങനെ അടിമുട്ടാതെ എന്ന് മാത്രം വേരാൻ. തളിരിലൊക്കെ കറി വെക്കാം നമുക്ക്. നിങ്ങളിങ്ങനെ നട്ടിട്ടുണ്ടോ കൂട്ടുകാരെ? എളുപ്പം വേര് പിടിക്കും. ഞാൻ മണലും പാറപ്പൊടി കൂടി ചേർന്ന് നട്ടു ചട്ടിയിൽ. എന്നിട്ട് കുറേ മണ്ണിടണം. ഇച്ചിരി വളരുമ്പം മണ്ണിട്ട് കൊടുക്കണം, എന്നാലേ കിഴങ്ങുണ്ടാവുള്ളൂ. ചീനിക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ നല്ലതാണ്, അരിക്ക് തിന്ന് നല്ലതാണ്, പുഴുങ്ങി തിന്ന്. വേര് വന്നാൽ പിന്നെ പെട്ടെന്ന് ഇലകൾ വന്ന് നിറയെ ഉണ്ടാവും വേര്. പണ്ട് കാലത്തൊക്കെ വെള്ളം മാത്രമുള്ള, ഇപ്പം ചുവപ്പുണ്ട്, വയലറ്റ് ഉണ്ട്. പെരക്കകത്ത് ഒരു ജനലിൻ്റെ അടുത്ത് വെച്ചാൽ മതി. ഞാനിവിടെ ജനലിൻ്റെ അടുത്താണ് വെക്കുന്നത്. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കണ്ടോ, മണലിലും പാറപ്പൊടിയിലൂടെ കൂട്ടി നട്ടേക്കുന്നു, പെട്ടെന്ന് പിടിച്ചു വരും.